നമസ്കാരം, ഞാൻ ശശികല ശശികുമാർ. ഇന്ന് ഞാൻ ചെറിയൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇന്ന് ജൂൺ 16, ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ എന്നറിയപ്പെടുന്നു. അതേപോലെ ഞങ്ങൾക്ക്, അതായത് അമ്മയുടെയും അച്ഛൻ്റെയും മക്കളായ ഞങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അമ്മയുടെ ഓർമ്മ ദിനം കൂടിയാണെന്ന്. ജൂൺ 16 അമ്മയുടെ ഓർമ്മ ദിനം. അതിലേക്ക് 2 വാക്കുകൾ. അമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 10 വർഷം തികയുകയാണ്. അച്ഛൻ മരിച്ചിട്ടാണെങ്കിലോ 25 വർഷം തികയാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടുള്ള ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ജൂൺ 16 മരിച്ചതെങ്കിലും 10 വർഷമായി. എന്നാലും അമ്മ ഇല്ലാത്ത ഒരു ഫീല് എന്നും എൻ്റെ കൂടെ അമ്മ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും, നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിലും എല്ലാ കാര്യത്തിനും അമ്മയുടെ ഓർമ്മ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഫാദേഴ്സ് ഡേ ആയിട്ടുള്ള ഇന്ന് അച്ഛൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ, അച്ഛൻ എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയായിരുന്നു. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അച്ഛനെയും ഓർക്കാത്ത ഒരു ദിവസവും ഇല്ല. അടുക്കളയിൽ ചെയ്യുകയാണെങ്കിലും ശരി, ചിലപ്പോൾ അച്ഛനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ശരി, അപ്പോൾ ആ എടുക്കുന്ന കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അച്ഛനെ ഓർക്കാത്തൊരു ദിവസം, അമ്മയെ ഓർക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അമ്മയും അച്ഛനും ഇല്ലാണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. ഉള്ളവർക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നഷ്ടം വളരെ അധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. അച്ഛനും അമ്മയും ഉള്ള സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും സന്തോഷത്തോടു കൂടി ചെലവാക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാവുന്നതിന് വേണ്ടി ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് അമ്മയ്ക്കോ അച്ഛനോ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ, ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് അവർ മരിച്ചു പോയി കഴിയുമ്പോഴാണ് കൂടുതൽ നമുക്കത് വിഷമങ്ങൾ വരുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അവരുടെ എല്ലാവരും, മുമ്പത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്താണോ പറയുന്നത് അതിനപ്പുറം ഇല്ല ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. അതുപോലെ അമ്മയാണെങ്കിലും അതെ. ഇപ്പം അങ്ങനെയല്ല, അച്ഛനും അമ്മയും മക്കളൊക്കെ നല്ല സോഷ്യലായിട്ടാണല്ലോ. അതുപോലത്തെ ഒരു കാലഘട്ടമായിരുന്നില്ല ഞങ്ങളുടേത്. എന്നാലും അച്ഛൻ അതൊരു മരിക്കാത്ത ഓർമ്മ തന്നെയാണ്. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ കൂട്ടുകാരികൾക്കും, എല്ലാവർക്കും, എൻ്റെ പ്രേക്ഷകർക്കും ഒരു നല്ലൊരു അച്ഛനെയും അമ്മയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ഫാദേഴ്സ് ഡേ. എൻ്റെ ഇന്നത്തെ ദിവസം അമ്മയെ ഓർമ്മപ്പെടുത്തുന്നതും കൂടിയാണ്. നമസ്കാരം.